ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇന്ത്യ ടൂർ ഓഫ് ഇംഗ്ലണ്ടിന് അവസാനമായിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ക്ലോസ്ലി കോമ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിരുന്നത് പോലെ ആ ഒരു ബോക്സിംഗ് സ്റ്റൈലിൽ ഒരു അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഈ ഒരു സീരീസിലുടനീളം ഇരു ടീമുകളും മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സീരീസിലെ മിക്ക മത്സരങ്ങൾ എടുത്താൽ തന്നെ ഒരു ഘട്ടത്തിൽ നമ്മളൊരു ടീം ടോപ്പിലാണ്, അല്ലെങ്കിൽ അവർ വിജയത്തിലെത്തും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ മറ്റേ ടീം എന്താണ്, ആ ഒരു തൊട്ടടുത്ത സെഷനിൽ ഒന്നെങ്കിൽ തുടർച്ചയായിട്ടുള്ള വിക്കറ്റുകൾ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പാർട്ണർഷിപ്പ് വഴിയോ തിരിച്ചു കയറി വന്ന് വീണ്ടും ഈക്വലായിട്ട് പിന്നെയും അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ കാഴ്ചവെക്കുന്ന ആ ഒരു ഇതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഉടനീളം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു സീരീസ് മാറിയത്. അത് ഫിറ്റിംഗ് ആയിട്ട് തന്നെ 2-2 എന്ന നിലയിൽ ഈ ഒരു സീരീസ് അവസാനിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ കാഴ്ചക്കാർക്ക്, ഒരു ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ച്, അതിനിപ്പോൾ ഇന്ത്യൻ ഫാൻ ആയാലും ഇംഗ്ലണ്ട് ഫാൻ ആയാലും ഇനി ഒരു ന്യൂട്രൽ ഫാൻ ആയാലും എല്ലാവരെയും ആ ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സീരീസാണ് കടന്നുപോയത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് മരിച്ചു എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ടെസ്റ്റ് ആ ഒരു ബെസ്റ്റ് ഫോർമാറ്റ് ആണ് എന്നുള്ളതിന് ഉത്തരം ഈ സീരീസ് നൽകി കഴിഞ്ഞു. പിന്നെ ഈ സീരീസിനെ പറ്റി നമ്മളിപ്പോൾ ഇന്ത്യൻ ടീമിന്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സീരീസിനെ പറ്റി പൊതുവായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാറ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്തൊരു സീരീസ് ആണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇതിൽ ഓവലിൽ നടന്ന 5ാമത്തെ മത്സരത്തിൽ മാത്രമാണ് ഒരു ബാറ്റ് ആൻഡ് ബോൾ ഒരു ഈക്വൽ ലെവൽ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇംഗ്ലണ്ടിൽ കാണുന്ന ഒരു സ്പൈസ് കണ്ടത്. ബാക്കിയുള്ള 4 മത്സരങ്ങളും ബാറ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ സ്റ്റാറ്റ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ടോട്ടൽ അഗ്രിഗേറ്റ് റൺസിന്റെ കാര്യം പറഞ്ഞാലും, ഇനി പാർട്ണർഷിപ്പുകളുടെ കാര്യം പറഞ്ഞാലും, അതുപോലെ തന്നെ സെഞ്ചുറികളുടെ കാര്യം പറഞ്ഞാലും, അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പേഴ്സ് എടുത്ത റൺസിന്റെ കാര്യം പറഞ്ഞാലും, അങ്ങനെ എല്ലാം ഒരു റെക്കോർഡ് ബ്രേക്കിംഗ്, അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 3യിൽ നിൽക്കുന്ന ഒരു സീരീസ് ആണ് കടന്നുപോയത്. അപ്പോൾ അതിന് റീസൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാസ് ബോളർ വന്നതിന് ശേഷം ഇംഗ്ലണ്ടിലെ പിച്ചുകൾ ഫ്ലാറ്റ് ആണ്. ഇപ്പം നമ്മളിപ്പം ഇതിന് മുൻപ് ഒരു 2014 എടുത്താലോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ആ ഒരു ഇംഗ്ലണ്ട് സീരീസ് എടുത്താലോ ഒക്കെ ബോളേഴ്സ് ആ ഒരു സ്വിംഗ് കൊണ്ട് ബാറ്റേഴ്സിനെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സീരീസിൽ കണ്ടീഷൻസ് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിരുന്നു. ആ ഒരു ഓവലിൽ മാത്രമാണ് ആ ഒരു നമ്മൾ കാണുന്ന ഒരു ഗ്രീൻ സ്പൈസി ആ ഒരു സ്വിങ്ങും എല്ലാം നമ്മൾ കണ്ടത്. ബാക്കിയുള്ളടത്ത് ഓവർ ഹെഡ് കണ്ടീഷൻ ആകുമ്പോൾ സ്വിങ് കിട്ടുമെങ്കിലും പൊതുവെ ബാറ്റേഴ്സിന് അനുകൂലമായിരുന്നു. അത് ബാറ്റേഴ്സ് മുതലെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് ആണ്. അപ്പോൾ ബാറ്റേഴ്സ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് കടന്നുപോയത്. ഇനി ഇന്ത്യയുടെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ട്രാൻസിഷൻ ഫേസിലുള്ള ടീമാണ്, പുതിയൊരു ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ശുഭ്മാൻ ഗിൽ ഈ സീരീസിൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവാണ്. കാരണം ഗില്ല് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാം നമ്പറിലാണ്. അതായത് സച്ചിൻ ടെണ്ടുൽക്കർ അത്രയും മികച്ച രീതിയിൽ കളിച്ച, അത് കഴിഞ്ഞൊരു സ്മൂത്ത് ആയിട്ട് വിരാട് കോഹ്ലിയിലേക്ക് ട്രാൻസിഷൻ ചെയ്ത ഒരു സ്പോട്ടിലേക്കാണ്. കാരണം ലെജൻസ് കളിച്ചിരുന്ന ആ ഒരു പൊസിഷനിലേക്കാണ് ഗില്ല് വരുന്നത്. ഗില്ല് ആ റോളിൽ എക്സൽ ചെയ്തു എന്ന് പറയാം. വേണമെങ്കിൽ ഡൊണാൾഡ് ബ്രാഡ്മാനെ വരെ മറികടക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് ഒരു ടെസ്റ്റിൽ, ഇപ്പോൾ അവസാന ടെസ്റ്റിൽ കാര്യമായിട്ടുള്ള പെർഫോം ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ആ ഒരു റെക്കോർഡ് അകന്നു പോയത്. എങ്കിലും വളരെ റെക്കോർഡ് ബ്രേക്കിംഗ്, നിരവധി റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തൊരു ഒരു സീരീസ് ആയിരുന്നു ഗില്ലിന്. ഇപ്പോൾ ഇനി ക്യാപ്റ്റൻസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച മൊമെന്റ്സ് ഉണ്ടായിരുന്നു, എന്നാൽ പാളിച്ചകളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു യങ് ക്യാപ്റ്റനാണ്, 25 വയസ്സ് മാത്രമുള്ള ഒരു പ്ലെയർ ആദ്യമായിട്ട് ഇംഗ്ലണ്ട് പോലൊരു സ്ഥലത്ത് വന്ന് ക്യാപ്റ്റൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്റ്റേക്സ് ഉണ്ടാവും. ഈ ഒരു ക്യാപ്റ്റൻസി ഇപ്പോൾ ലേൺ ഫ്രം മിസ്റ്റേക്സ് ആണല്ലോ, തെറ്റുകളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയും ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഗില്ലിനെ കീറി മുറിക്കേണ്ട കാര്യമില്ല. ഇൻ ടോട്ടൽ 2-2 എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ നല്ല റിസൾട്ടാണ്. ഈ ബാറ്റിങ്ങിന്റെ കാര്യത്തിലും ഗില്ലിന് തീർച്ചയായിട്ടും അഭിമാനിക്കാനാവുന്ന ഒരു സീരീസ് ആണ് കടന്നുപോയത്. പിന്നീട് നമ്മൾ ഓപ്പണേഴ്സിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ, അപ്പോൾ നമുക്കറിയാം രോഹിത് ശർമ്മ വിരമിച്ചു. ഇപ്പോൾ ഇന്ത്യയുടെ ഓപ്പണേഴ്സ് എന്ന് പറയുന്നത് ജയ്സ്വാൾ, KL രാഹുലാണ്. രണ്ടുപേരും നന്നായിട്ട് തന്നെ കളിച്ചു. ഇപ്പോൾ അതിൽ തന്നെ KL രാഹുൽ ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. ക്രീസിൽ ഭയങ്കര സോളിഡ്, കാം ആൻഡ് കമ്പോസ്ഡ് ആയിരുന്നു. വളരെ ഒരു 500+ റൺസ് നേടിയ സീസൺ ആയിരുന്നു. ഒരു സോളിഡ് പെർഫോമൻസ് ആയിരുന്നു അക്രോസ് ദി സീരീസ്. ഇനി ജയ്സ്വാളിനെ പറ്റി പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് നിറം മങ്ങി. അപ്പോൾ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് തുടങ്ങി, ഇടയ്ക്കൊന്ന് നിറം മങ്ങി, എന്നാൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലിലാണ് നമ്മുടെ ജയ്സ്വാളിന്റെ പെർഫോമൻസ് പോയത്. ഇപ്പോൾ ജയ്സ്വാളിന്റെ കാര്യം അറിയാമല്ലോ, അടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റേറ്റിൽ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ഇംഗ്ലണ്ടിനെതിരെ നല്ല റെക്കോർഡുള്ള പ്ലെയർ ആണ്. ആ റെക്കോർഡ് ജയ്സ്വാൾ മെയിൻറ്റെയിൻ ചെയ്തു. ഇനി ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഋഷഭ് പന്ത് ഇപ്പോൾ പരിക്കേറ്റ അവസാന മത്സരം കളിച്ചില്ല. അപ്പോൾ അതുവരെ വളരെ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. അപ്പോൾ അറിയാലോ, ഋഷഭ് പന്തിൻ്റെതായ ആ ഒരു സ്റ്റൈലിൽ തന്നെ കളിച്ചു. അത് മാത്രമല്ല, നമ്മുടെ 2 ഫ്രാക്ചർ വന്നിട്ടും ആ ഒരു ഇന്നിങ്സിൽ ആ ഒരു ഇഞ്ചുറി വെച്ചുകൊണ്ട് തന്നെ ടീമിന് വേണ്ടി ബാറ്റ് ചെയ്യാനൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തു. ബാറ്റിങ്ങിന്റെ കാര്യം തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്ര ജഡേജ. ഇപ്പോൾ ജഡേജയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ WTC സൈക്കിളിൽ എടുത്താൽ പന്തിനെ പോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ പല മുൻനിര ബാറ്റേഴ്സിനേക്കാളും
മികച്ച റെക്കോർഡുള്ള പ്ലെയറാണ് ജഡേജ ഇപ്പോൾ തുടർച്ചയായിട്ട് 4-5 50കൾ, അതിനിടയ്ക്ക് ഒരു സെഞ്ചുറി. അപ്പം അങ്ങനെ വളരെ മികച്ച രീതിയിൽ ഇപ്പം തോറ്റ മത്സരമായാലും അവസാന നിമിഷം വരെ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഇന്ത്യക്ക് ജഡേജ നൽകി. അപ്പോൾ തീർച്ചയായിട്ടും ജഡേജയുടെ ഒരു ഇംപ്രസീവ് ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു. ബോൾ കൊണ്ട് പിന്നെ അറിയാമല്ലോ, ഇംഗ്ലണ്ടിൽ കാര്യമായിട്ടൊന്നും ഒരു സ്പിന്നറിന് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ബാറ്റിംഗ് വൈസ് വളരെ മികച്ചൊരു സീരീസ് ആയിരുന്നു ജഡേജയ്ക്ക്. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ടീമിലേക്ക് എത്തി. നമുക്കറിയാം ഇപ്പോൾ അശ്വിൻ ഒഴിച്ചിട്ട സ്പേസിലേക്ക് ഇപ്പോൾ ബാറ്റിംഗ് വൈസ് ഓൾറെഡി സുന്ദർ എത്തിക്കഴിഞ്ഞു. ഇനി ബോളിംഗ് എന്തായാലും അശ്വിൻ്റെ ആ ഒരു ത്രെറ്റനിങ് ഇത് എന്തായാലും സുന്ദർ എത്തിയിട്ടില്ല. പിന്നെ ഇത് ഇംഗ്ലണ്ട് കണ്ടീഷൻ ആണല്ലോ. ഇന്ത്യൻ കണ്ടീഷനിൽ ഇപ്പം നമുക്ക് അടുത്ത നടന്ന സീരീസിലേക്ക് നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അശ്വിൻ്റെ ഒരു സ്പോട്ടിലേക്ക് വാഷിംഗ്ടൺ സുന്ദർ എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പം ബോളിംഗിൽ അശ്വിൻ ചെയ്തു വെച്ച ആ ഒരു ലെജൻഡറി ഫീറ്റിനടുത്ത് എത്തുമോ ഒന്നും അറിയില്ലെങ്കിലും ഒരു വേർത്ത് റീപ്ലേസ്മെന്റ് ആണ്. ബാറ്റിംഗിൽ ഓഫ് കോഴ്സ് അത് തെളിയിച്ചു കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഗബ്ബയിലെയൊക്കെ പ്രകടനം, ബ്രിസ്ബെയിനിലെ പ്രകടനം, പിന്നെ ഈ സീസണിലെ പ്രകടനമൊക്കെ നമ്മൾ രണ്ട് സ്പെക്ട്രത്തിലും ഒരു രണ്ട് എൻഡിലും കളിച്ചു എന്ന് വേണം പറയാൻ. അതായത് ഡിഫൻസീവ് ആവേണ്ട സമയത്ത് ഡിഫൻസീവ് ആവുകയും എന്നാൽ ലാസ്റ്റ് മത്സരത്തിൽ അഗ്രസീവ് ആവേണ്ട സമയത്ത് അഗ്രസീവായിട്ടും വാഷിംഗ്ടൺ സുന്ദർ കളിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ്ടൺ സുന്ദറിനെ ബോളിംഗിൽ യൂസ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ വേറൊരു കാര്യം. അപ്പോൾ അതിൽ എറിഞ്ഞ സമയത്തായാലും വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യക്ക് പ്രതീക്ഷയൊക്കെ സുന്ദർ നൽകി. ഇപ്പോൾ ലാസ്റ്റ് ടെസ്റ്റിൽ സ്പിന്നേഴ്സിന് കാര്യമായിട്ട് ഒരു റോളും ഇല്ലായിരുന്നു. പിന്നെ ഓവലിൽ സ്പിന്നേഴ്സിന് വലിയ കാര്യമൊന്നുമില്ല, വലിയ റോളിലായിരുന്നു. ഇൻ ടോട്ടൽ നല്ലൊരു സീരീസ് തന്നെയായിരുന്നു. ഇനി ഫാസ്റ്റ് ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുംറ അറിയാമല്ലോ, ബുംറ കളിച്ച മത്സരങ്ങളൊന്നും ജയിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. പക്ഷെ അതിൽ ബുംറയെ കുറ്റം പറയേണ്ട കാര്യമില്ല. ബുംറ ആ ഒരു കളിച്ച അവസാന മത്സരം ഒഴികെ ബാക്കിയോ മത്സരങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ആ ഒരു ത്രെറ്റനിങ് അറിയാമല്ലോ, ബുംറയെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ത്രെറ്റനിങ് ആയിരുന്നു. പിന്നീട് പ്രസിദ്ധ് കൃഷ്ണയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ നെഗറ്റീവ് ആയിരുന്നു പ്രസിദ്ധിന്റെ കാര്യം. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസീദിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസീദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓസീസ് കണ്ടീഷൻ അതുപോലെ സൗത്ത് ആഫ്രിക്കൻ കണ്ടീഷനിലൊക്കെ പറ്റിയൊരു ബോളറാണ്. ഹിറ്റ് ദ ഡക്ക് ഹാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഹാർഡ് ലെങ്തിൽ പന്തെറിയുന്ന ഒരു ബോളറാണ്. എന്നാൽ ഇംഗ്ലണ്ട് കണ്ടീഷനിൽ വരുമ്പോൾ സ്വയം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും എറിയുന്ന ലെങ്ത് അല്ല ഇംഗ്ലണ്ടിൽ വർക്ക് ആവുന്നത്, കുറച്ചുകൂടി ഫുള്ളർ ആവണം. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിലൊന്നും പുള്ളിക്ക് ആ ഒരു ലെങ്തുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അറിയാലോ, ബാസ്കറ്റ്ബോൾ ശൈലിയിൽ കളിക്കുന്ന ടീം ആവുമ്പോൾ അതിനെ നെഗേറ്റ് ചെയ്യും, നന്നായിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ പ്രസീദ് കുറച്ച് റൺസ് വഴങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് ഇതിലേക്ക് പോകേണ്ട പ്രസീദ് തിരികെ എത്തിയത് ആ ഒരു ലാസ്റ്റ് മത്സരത്തിലെ ആ ഒരു പ്രകടനം കൊണ്ടാണ്. അവസാന മത്സരത്തിൽ വളരെ നന്നായിട്ട് തന്നെ പ്രസീദ് ബോൾ ചെയ്തു. പിന്നെ ആകാശ്ദീപിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ ഒരു 10 വിക്കറ്റ് ഹോൾ ഇട്ടു. അതുപോലെ തന്നെ അവസാന മത്സരത്തിൽ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള 50 അതും ആകാശ്ദീപ് നേടി. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. പിന്നെ ഞാൻ പറയാൻ ഏറ്റവും അവസാനം ബാക്കി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറാജിന്റെ കാര്യമാണ്. സിറാജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലെയറാണ് സിറാജിനെ പറ്റി പറയാൻ വാക്കുകളില്ല. അത്രയും ഇപ്പോൾ സിറാജിനെ പലരും കുറ്റം പറയും, ട്രോൾ ചെയ്യുമെങ്കിലും അത്രയും ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് അത്രയും ആ ഒരു പ്രൈഡ് വെയർ ചെയ്തിട്ട് ആ ഒരു സ്വന്തം ബോഡി ഇൻ ദ ലൈൻ വെച്ചിട്ട് അത്രയും വർക്ക് ലോഡ് ഒന്നും കാര്യമാക്കാതെ പന്തെറിയുന്ന ഒരു പ്ലെയറാണ് സിറാജിന്റെ വർക്ക് ലോഡിനെ പറ്റി നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ബോധറാവുന്നത് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ ഈ സീരീസിൽ 5 ടെസ്റ്റും കളിച്ചൊരു പ്ലെയറാണ് സിറാജ്. അത്രയും വർക്ക് ലോഡ് ഉണ്ട് ഒരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ച്, അതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു. അത് കഴിഞ്ഞ് അവസാന മത്സരം ജയിപ്പിച്ചു. അത് സിറാജാണ് അവസാന ഇന്നിങ്സിൽ ആ മത്സരം ഇന്ത്യയെ ജയിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിസേർവ്ഡ് ആയിട്ടുള്ള മാൻ ഓഫ് ദ മാച്ച് കിട്ടി. പിന്നെ ആദ്യത്തെ മത്സരങ്ങളൊക്കെ സിറാജ് നന്നായിട്ട് എറിഞ്ഞിട്ട് വിക്കറ്റ് കിട്ടുന്നില്ല. അതായത് എന്താണ് ഇപ്പം കുറേ ബോൾ ബീറ്റൺ ആവുന്നുണ്ട്, എന്നാൽ എഡ്ജ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തുടങ്ങിയ ഒരു സീരീസ് വളരെ നല്ലൊരു ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ അവസാനിപ്പിക്കാൻ മുഹമ്മദ് സിറാജിനായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പോസിറ്റീവ്സ് തോന്നിയത്. ഇവിടെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യുന്ന കമന്റിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഇനി നെഗറ്റീവ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രാൻസിഷൻ ഫേസിലുള്ള ടീമിനെ പറ്റി ഒരുപാട് നമ്മൾ നെഗറ്റീവ്സ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അതിലോട്ട് ഒരുപാട് ചെക്കഞ്ഞ് എടുക്കേണ്ട കാര്യമില്ല. എങ്കിലും സർഫസ് ലെവലിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം സെലക്ഷൻ ടു മച്ച് ഡിഫെൻസീവ് ആവുന്നത് പോലെ തോന്നി. അതായത് ഇപ്പോൾ സ്വന്തം ബാറ്റേഴ്സിലും ഒരു ഫുൾ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ബാറ്റിങ്ങിന് വേണ്ടി ബോളിംഗ് സ്ട്രെങ്ത് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു രീതി ഒരു ടീം സെലക്ഷനിൽ നമ്മൾ ഉടനീളം കണ്ടു. അപ്പോൾ അതായത് ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ കുൽദീപിനൊന്നും ഈ ഒരു സീരീസിൽ അവസരം ലഭിക്കാഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആ ഒരു ടീം സെലക്ഷനിൽ തുടർച്ചയായിട്ട് കണ്ടു. പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ 3, ഇപ്പം നമ്പർ 1 ജയ്സ്വാൾ രാഹുൽ ഉണ്ട് ഓപ്പണേഴ്സ് ആയിട്ട്, നമ്പർ 4 ഗില്ലുണ്ട്, നമ്പർ 5 പന്തുണ്ട്, പിന്നെ ജഡേജയുണ്ട്. അതൊക്കെ സോർട്ടഡ് ആണ്. ഇന്ത്യൻ ടീമിൽ സോർട്ടഡ് അല്ലാത്തൊരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്പർ 3 ആണ്. അവിടെ ഇവർ ആദ്യം സായി സുദർശൻ ഇറക്കി, എന്നിട്ട് കരുൺ നായരിനെ 6ാമത് കൊണ്ട് ഇറക്കി, എന്നിട്ട് ഇടയ്ക്ക് കരുൺ നായരിനെ നമ്പർ 3 ഇട്ടു, എന്നിട്ട് വീണ്ടും അവസാനം സായി സുദർശനെ വീണ്ടും കൊണ്ട് നമ്പർ 3 ഇട്ട് കരുൺ നായരിനെ 6ലേക്ക് തട്ടി. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചോപ്പ് ആൻഡ് ചേഞ്ചസ് വരുമ്പോൾ ഒരു നമ്പർ 3 പോലൊരു സുപ്രധാന പൊസിഷൻ. ഇപ്പൊ നമ്പർ 3 എന്ന് പറയുമ്പോൾ രാഹുൽ ദ്രാവിഡും ചേതേശ്വർ പൂജാരയൊക്കെ കളിച്ചൊരു പൊസിഷനാണ്. ആ പൊസിഷനിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ചോപ്പ് ആൻഡ് ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ലോങ് റണ്ണിൽ നല്ലൊരു പ്ലെയറിനെ നമുക്ക് ലഭിക്കില്ല. ഇപ്പൊ ഇടയ്ക്ക് സായി സുദർശനെ കളിപ്പിക്കുന്നു, ഇടയ്ക്ക്
കരുൺ നായരെ കളിപ്പിക്കുന്നു. ഇനി കരുൺ നായർ ഒക്കെ ആഭ്യന്തര ക്രിക്കറ്റിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് ടീമിലേക്ക് വന്നത്. ഇപ്പോൾ സായി സുദർശനേക്കാൾ അവിടെ ആപ്റ്റ് എന്ന് പറയുന്നത് അഭിമന്യു ഈശ്വരനായിരുന്നു. അഭിമന്യു ഈശ്വരന് തീർച്ചയായിട്ടും ആ ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ അത്രയും മികച്ച റെക്കോർഡുള്ള പ്ലെയറിന് തീർച്ചയായിട്ടും ഒരു അവസരം കൊടുക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഇവരിങ്ങനെ ചോപ്പ് ആൻഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈശ്വരൻ തീർച്ചയായിട്ടും ഒരു സ്പോട്ടിന് ഡിസേർവ്ഡ് ആയിരുന്നു. പക്ഷേ ഈശ്വരന് അവസരം കിട്ടിയില്ല. അവർ സായി സുദർശനാണ് പ്രിഫർ ചെയ്തത്. ഇപ്പോൾ സായിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ IPL പ്രകടനമാണ് വേണമെങ്കിൽ ഈ ഒരു ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നു കൊടുത്തതെന്ന് പറയാം. അപ്പോൾ സായി സുദർശനേക്കാളും എന്തുകൊണ്ടും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നന്നായിട്ട് കളിച്ച പ്ലെയർ അഭിമന്യു ഈശ്വരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരന് ഒരു അവസരം അവിടെ ഡിസേർവ് ചെയ്തിരുന്നു. അത് എനിക്ക് തോന്നിയൊരു മറ്റൊരു നെഗറ്റീവാണ് അവിടെ തോന്നിയത്. ഈ ഒരു കോൺസ്റ്റന്റ് ചോപ്പ് ആൻഡ് ചേഞ്ച് അങ്ങനെ ടീമിനെ ഹെൽപ്പ് ചെയ്യില്ല. പിന്നെ ക്യാപ്റ്റൻസിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പം വാഷിംഗ്ടൺസ് എന്ന് പറഞ്ഞ ടീമിലെടുത്തിട്ട് എറിയാൻ ഒരുപാട് 69ാമത്തെ ഓവർ വരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ ബാറ്റിംഗ് സ്ട്രെങ്തിനായിട്ട് ഷർദുൽ താക്കൂറിനെ പോലൊരു ഓൾറൗണ്ടേഴ്സിനെയൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു ബോളിംഗിൽ കോൺഫിഡൻസ് ഇല്ലായ്മ, അതായത് ഇങ്ങനെ ബോളിംഗ് ഓൾറൗണ്ടേഴ്സിനെ എടുത്തിട്ട് അവരെ ബോളിംഗിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് വേറെ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് ബൗളിംഗ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ പ്രസീദ് ആദ്യമൊക്കെ മോശം ഇതായിരുന്നു, പക്ഷെ പിന്നീട് അവസാനം ടെസ്റ്റിൽ നന്നായിട്ട് കളിച്ചു. പിന്നെ അൻഷുൽ കമ്പോജ് ഒരു മത്സരം കളിച്ചുള്ളെങ്കിലും പ്രത്യേകിച്ച് നമുക്കൊരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് നമ്മുടെ അൻഷുൽ കമ്പോജിൽ നിന്നിട്ട് കിട്ടിയില്ല. ആകാശ് ഒരു മത്സരം നന്നായിട്ട് കളിച്ചു. പിന്നീട് കുറച്ച് എക്സ്പെൻസീവായി, കാരണം ഒരു സ്ലോപ്പുമായിട്ട് ഇപ്പോൾ ലോഡ്സിലേക്കുള്ള ഒരു സ്ലോപ്പുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ ആകാശദീപിന് കഴിഞ്ഞില്ല. അവസാന മത്സരത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഇംപ്രസീവ് 50 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ ഇന്ത്യക്ക് വളരെ നല്ലൊരു സീരീസാണ്. പിന്നെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ സീരീസ് വിജയിക്കാമായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ മത്സരം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ഒക്കെ ഇന്ത്യയെ തീർച്ചയായിട്ടും വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് 3-1 ജയിക്കാവുന്ന സീരീസ് ആയിരുന്നു. അപ്പോൾ ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ട്രാൻസിഷൻ ഫേസിലുള്ള ടീമിനെ സംബന്ധിച്ച് 2-2 എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് ഇന്ത്യക്ക് ടെസ്റ്റ് സീരീസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇനിയപ്പോൾ അടുത്ത സീരീസ് നന്നായിട്ട് കളിക്കാൻ സാധിക്കട്ടെ, സ്ട്രെങ്തിൽ നിന്ന് സ്ട്രെങ്തിലേക്ക് പോകട്ടെ. ഈ ഒരു 2-2 എന്നുള്ളത് അടുത്ത ഓവർസീസ് സീരീസ് വരുമ്പോൾ ഒരു ടെസ്റ്റ് പരമ്പര വിജയിക്കാനാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് തോന്നിയ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇവിടെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ എല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.